பாம்பெல்லாம் இருக்குமா, நம்மள ஒண்ணும் பண்ணாதுங்க, அதெல்லாம் இருக்கும். പാമ്പാണെങ്കിൽ അതിലും വലിയ പാമ്പോളം ഇരിക്കണം, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? Okay. Last time when we came So here, there will be ghost also, horse ghost. Yeah, right only. Come on, not this auspicious occasion. Heaven. Hey, the boats are there at Zeke's place. She's following us. Oh, this looks so good, see? She's also taking an off-road right now. ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ മോളിക്ക് നടന്നു. ഞങ്ങൾക്ക് ആദ്യം വരുമ്പോൾ ഇവിടെ ഈ ഒരൊറ്റ വീടും പിന്നെ ശശി മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ആളും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ലിറ്ററലി നോബഡി എൽസ്. സോ ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ കുട്ടി ഉണ്ടാവില്ല. ജസ്റ്റ് us. എവിടെ വേണമെങ്കിൽ നടക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഭയങ്കര രസം. എടുത്തിട്ട് പലപ്പോഴും അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. ഏറ്റവും മേലെ അവിടെ പോയി ഇരുന്നിട്ട് രണ്ടെണ്ണം അടിച്ച് ഇങ്ങനെ അവിടെ ഇവിടെ നോക്കി ഇരുന്നിട്ട് ഞാൻ കൊടുക്കും. പീപ്പിൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൊടൈക്കനാൽ നമ്മൾ മേടിച്ച പ്രോപ്പർട്ടി അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീപ്പൊക്കെ ഓടിക്കുന്നത് ശശി സാറാണ് കേട്ടോ. അപ്പോൾ ശശി സാറാണ് നമ്മുടെ ഒഫീഷ്യൽ ഡ്രൈവർ ഇനി ഭാവിയിലേക്ക് അങ്ങോട്ട്. സോ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്ന സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. ദർ വിൽ ബി എ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ബേസ്ഡ് ഓൺ കൊടൈക്കനാൽ ആൻഡ് വാട്ട് വി ആർ ഡൂയിങ് ഓൺ ദ പ്രോപ്പർട്ടി. സോ ഇനി ഒരു 3 കിലോമീറ്റർ ഓഫ് റോഡ് നെക്സ്റ്റ് ലെവൽ, ആ സ്റ്റീപ്പ് ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് എക്സ്പീരിയൻസ് ഇറ്റ്. നെക്സ്റ്റ് ലെവൽ. സോ നമ്മൾ ഭാവിയിലെ പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ മേക്ക് യു നോ, യു ഷുഡ് കം ദെയർ. கொஞ்சம் வெறிச்சிருக்குமா, காலையில் மழை தான். இந்த மாதம் அப்படிதான் அப்புறம் போயிடுச்சுன்னா கொஞ்சம் குறைஞ்சிருக்கு. ഒരു മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോഡ് എന്താണെന്ന് അറിയില്ല. ഫ്ലഷൊക്കെ വന്നു കഴിഞ്ഞാൽ oh my god. Yeah, take some. Don't cover it with your finger. മഴ പെയ്ത ഈ പറഞ്ഞ പോലെ പിടുത്തം കിട്ടുമോ എന്നുള്ളതാണ്. ഫ്രണ്ട് മാത്രം കിട്ടിയാൽ പോരല്ലോ. ആ ഓപ്ഷൻ ഉള്ളത് എപ്പോഴും നല്ലതാണ് ഇങ്ങനത്തെ സ്ഥലത്ത്.
So there will be ghost also. Ghost. Yeah, right only. The boats are there at Zeke's place. She's following us. Oh, this looks so good, see? She's also taking an off-road right now. She'll come. She's preparing for that. Scratching here and there. You want me? സൂക്ഷിച്ചോട്ടോ റെഡി ഗ്യാസ് സൂക്ഷിച്ചോട്ടോ ആദ്യമായാലും നല്ല മോള് കൊണ്ട് അത്ര സുഖം For the holidays. மட்டும் நம்மளுக்கும் ரோட் ஆகிடும் ப்ராப்பர்ட்டிக்குள்ள. ஆமாம் சார், இது தலைமைக்கு ஆகிடுங்க சார் இந்த பிளாட். ஸோ ഒരു വരാൻ പറ്റില്ലേ? ഒരു മുൻകൊടുക്കാനുള്ള അധികാരമില്ല. അമ്മായി ഓഫ് റോഡ് അടിക്കുക. டாப் பண்ணால் தண்ணி அவங்களுக்கு இல்லை சார். நமக்கு பிரச்சனை தண்ணி இல்லை சார். ஆமாம், தண்ணி தான் சார் மெயின். தண்ணியே நம்ம கரண்ட் எப்படியோ கொண்டு வரலாம். தண்ணி தான் சார் மெயின் பிரச்சனை. கரெக்டு. அம்மா பார்த்துமா. ഇതാണ് ആ ഓടാന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ ഇടയില് தண்ணி இப்பவும் போகுதா சசி அதுல? மேல அவங்க வாங்கிட்டாங்க அந்த ப்ராப்பர்ட்டிக்கு சுத்தமா தண்ணி இல்ல. How is it? Did you like அப்ப it? கீழ அங்க அந்த ப்ராப்பர்ட்டில Amazing. Mallu Singh. இப்போ அவங்க எப்படி வீடு எல்லாம் கன்ஸ்ட்ரக்ட் பண்ணி We can't see the view now. மேல அங்கிட்டு இருந்து வேற ஒரு லேண்ட்ல இருந்து கொண்டு வந்திருக்காங்க மாட்டாங்க. இப்போ நமக்கு Not exactly.
ഫുൾ ഡൗൺ അല്ലേ? 40 സൈറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറയാണ്. പക്ഷെ ഇവിടെ എത്താൻ ഭയങ്കര പാടലുണ്ട്. Came to this place here. So beautiful. It's like we purchased the holiday. Not the package one, for the whole life. So yes, it's a beautiful place and you can connect, like how can you buy a property in Kodai and how with the other videos. I've done another video on the landlord and stuff like that. So you can connect through him for a property. And yes, peaceful. How do you feel, Ruby? പാമ്പെല്ലാം இருக்குமா ശശിங்க? பாம்பெல்லாம் இருக்குமா, நம்மள ஒண்ணும் பண்ணாதுங்க. அதெல்லாம் இருக்கும். ഫോട്ടോ എടുത്ത് തരുമോ അവിടെ ആരെങ്കിലും? എല്ലാരും കൂടി ജീപ്പിന്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട്. നൗ വി സീൻ ദ പ്രോപ്പർട്ടി. നമ്മൾ സ്ഥലം കണ്ടു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ശശി സാറിൻ്റെ ഭാര്യ അടിപൊളി കുക്കാണ്. അപ്പോൾ അവർ നല്ല എന്തൊക്കെയോ കറിയും സംഭവങ്ങളൊക്കെ. നമ്മൾ ചിക്കൻ കറിയുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു. അമ്മായി ചെറുതായിട്ട് വേറെ പ്ലാൻ ഇട്ട് പെട്ടെന്ന് ഇറങ്ങി മലയൊക്കെ ഇറങ്ങി തിരിച്ച് ബാംഗ്ലൂർ പോയുള്ള പ്ലാനോടൊക്കെ ചേഞ്ചായി. എനിവേസ് വി ആർ പ്ലാനിങ് ഫോർ ഈറ്റിംഗ് ഫുഡ് ഫ്രം ശശി സാർസ് വൈഫ്സ് പ്ലേസ്. ആൻഡ് അടിപൊളി ഫുഡാണ്. നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാലും എൽസി ചേച്ചി തന്നെയാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരിക. സൂപ്പർ ഫുഡാണ്. വീടും പിന്നെ ശശി മാത്രമേ ഉണ്ടായിരുന്നു, വേറെ ആളും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ലിറ്ററലി നോബഡി എൽസ്. സോ ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ കുട്ടി ഉണ്ടാവില്ല. ജസ്റ്റ് us. എവിടെ വേണമെങ്കിൽ നടക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഭയങ്കര രസമാണ്. എടുത്തിട്ട് പലപ്പോഴും അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. ഏറ്റവും മേലെ അവിടെ പോയി ഇരുന്നിട്ട് 2 അടിച്ച് ഇങ്ങനെ അവിടെ ഇവിടെ നോക്കി ഇരുന്നിട്ട് ഞാൻ കൊടുക്കും. കിട്ടില്ല അല്ലേ ഈ സ്ഥലത്ത് ഓടിക്കാൻ? ഇതേമാതിരിയാണ് അവിടെ മേലെ ഓടിക്കുക. പക്ഷെ ഈ സൈഡിൽ ഇത്തിരി അവിടെ ഇത്തിരി ഷാർപ്പല്ലേ, അപ്പൊ റിസ്ക് ആണ്. ഞാനും ഇയാളും തന്നൊക്കെ വരുമ്പോ ശശി അങ്ങനെ ഒറ്റ ഇതില് ഒടിച്ചെടുക്കും. ഇവിടെ ഉള്ളപ്പോ പക്ഷെ കഷ്ടാണ് ഒറ്റതില്, ഭയങ്കര കഷ്ടം. കാരണം ഇത് ഭയങ്കര ഷാർപ്പാണ്. ഇങ്ങനെ പോയിട്ട് വരാനും പറ്റില്ല. ലോഡായിട്ട് ലോറികൾ ഇതിൽ പോകുന്നുണ്ട്. ഇതിൽ കൂടെ ലോറിയോ? ഞാൻ ലോറിയല്ല, മറ്റേ 406 ഇല്ലേ, ടാറ്റയുടെ ടാറ്റയുടെ, അത് നിറയെ കണ്ടിട്ടുണ്ട്. ഫുള്ള് മരമായിട്ട്. അവിടെ അവര് പോയി മരം വെട്ടിയെടുത്തിട്ട് കൊണ്ടുവരും. റിസ്ക് ആണ്. എക്സ്പെർട്ട് ഡ്രൈവേഴ്സിന് മാത്രമേ പറ്റുള്ളൂ, നോർമൽ ആൾക്കാർക്കൊന്നും പറ്റില്ല. This is a place where Elsie Chechi made food for us, and this is also a homestay, and its owner's name is Seek. How was the food, Mama? Food is very tasty. അടിപൊളി ഫുഡ്. എൽസി അങ്ങനെ ഓടിപ്പോണ്ട വരും. എൽസി Where we are sitting. എൽസിക്ക് ഭയങ്കര നാണക്കടല്ല, എന്തായാലും പറയും നാണം. നാണക്കട് വേറെ അല്ലേ? രണ്ടെണ്ണേ അല്ല ഒന്നെണ്ണേ. എൽസിയുടെ ഫുഡാണ്. குடிக்காது. என்னாச்சு தெரியுமா சசி, இது வந்து என்னோட பிளான் என்னன்னா അവിടെ റെഡിയാണ്. മീൻ വറുത്തത് ഉച്ചയ്ക്ക് ഞാൻ ചൂടാക്കി മീനാണ് വെച്ചത്. അതെ, മീൻ വറുത്തത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പാത്രത്തിലാക്കി. ആൻഡ് ദിസ് വീഡിയോ ഇസ് ഓൾമോസ്റ്റ് ഡൺ. നമ്മൾ നേരെ തിരിച്ച് പിന്നെ ബാംഗ്ലൂർക്ക് പോകണ്ടായി. ആൻഡ് നമ്മുടെ ജീപ്പ് ഇറങ്ങി അതിൻ്റെ ജാസ് എടുത്തിട്ട് വന്ന് ജാസ് ഒന്നും അങ്ങോട്ട് കയറ്റാനേ പറ്റില്ല, ബിക്കോസ് ദ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇസ് എ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഓവർ ദെയർ.
ആൻഡ് 4x4 ഇല്ല എന്നുള്ളതും. സോ അതുകൊണ്ട് അത് എടുത്തിട്ട് പിന്നെ പജേറോ അല്ലെങ്കിൽ 4x4 ഉള്ള ഏതായാലും നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റിയതാണ്. അങ്ങോട്ട് പോകുന്ന റൂട്ട് ആൻഡ് ബാക്ക് വരുന്ന റൂട്ട് സൂപ്പറാണ്. പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന റൂട്ടായാലും അതെ, അതിലേക്ക് പോകുന്ന റോഡ് ഉള്ള സൈഡായാലും അതെ, എല്ലാം അടിപൊളിയാണ്. സോ യു ഷുഡ് ഷ്യൂർലി വിസിറ്റ്. എന്തായാലും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൊടൈൻ്റെ ബാക്കി നമ്മുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരും. അത് മാത്രമല്ല വേറെയും കണ്ടൻസ് വരുന്നുണ്ട്. ബട്ട് ഈ കൊടൈ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് എന്തായാലും ചാനലുണ്ടാവും. സോ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു, ബൈ. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ സജഷൻസൊക്കെ ഒന്ന് കമൻറ്റിൽ ഇടുക. അതേപോലെ തന്നെ ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.